ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. അത്ഭുതങ്ങളുടെ ഈ രാത്രിയിലേക്ക് ലോകമെമ്പാടുമുള്ള ശലോമിനെ സ്നേഹിക്കുന്ന, ശലോമിനോട് ചേർന്ന് നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. നാളുകളായി രോഗക്കിടക്കയിലും ട്രീറ്റ്മെൻറ്റുകളും വിധേയമായിക്കൊണ്ടിരിക്കുന്ന അനേകര് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവർ വിശ്വസിക്കേണ്ട ഏതാനും ചില ധ്യാന ചിന്തകളുണ്ട്. പ്രിയപ്പെട്ടവരെ, 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന അവളെ സുഖപ്പെടുത്തിയവനായ കർത്താവ് എന്നെയും സുഖപ്പെടുത്തുന്നവനാണെന്ന് നാം വിശ്വസിക്കണം. ദീർഘനാളായി രോഗശയ്യയിലും ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും വീണ്ടും വീണ്ടും വൈദ്യശാസ്ത്രം കൈവിട്ടു എന്ന് പറഞ്ഞ ചില രോഗപീഠകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ രാത്രിയിൽ വിശ്വസിക്കണം. 38 വർഷം ബെത്സയിദ കുളക്കരയിൽ കിടന്നവൻ്റെ അടുക്കലേക്ക് അവനെ തേടി വന്ന അതേ ദൈവം ഇന്നും ജീവിക്കുകയാണ്. അവൻ എൻ്റെ രോഗക്കിടക്കയിലേക്ക് കടന്നു വരും, അവൻ എന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് കഴിയണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴികളെല്ലാം അടഞ്ഞുവെന്ന് ചിന്തിക്കുന്നവര് ഈ രാത്രിയിൽ നൈറ്റ് വിജിൽ ചേർന്ന് ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വഴികളെല്ലാം തുറക്കുവാൻ കഴിയുന്നവനായ ദൈവം, അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുകയാണ്. ഇസ്രായേലിനെ ചെങ്കടൽ വിഭജിച്ച് അവരെ അത്ഭുതകരമായി കാനാനിലേക്ക് നയിച്ച വഴി തുറക്കുന്നവനായ ദൈവം എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ വഴി തുറക്കുമെന്ന്, വഴി അടഞ്ഞുപോയ സകല ജീവിത സാഹചര്യങ്ങളെ നോക്കി നിനക്ക് വിശ്വസിക്കുവാനും പറയുവാനും കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായി. ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ രാത്രിയിൽ നിന്റെ ജീവിതം തേടി വരികയാണ്. ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ഒരു ജീവിത അനുഭവം നിനക്കുണ്ടോ? ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? ഈ രാത്രിയിൽ ദൈവം എനിക്ക് വേണ്ടി ഇടപെടണമെന്ന് ചിന്തിക്കുന്ന, കണ്ണീരോടുകൂടെ കാത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു നിയോഗം നിന്റെ മനസ്സിലുണ്ടോ? ഓർക്കുക, കർത്താവിൻ്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിക്കാം, ആരാധിക്കാം. സ്നേഹത്തോടെ ഈ രാത്രിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്നേഹത്തോടെ നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കുചേരാം. ഗാന ശുശ്രൂഷകരോട് ചേർന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. തിരമാലയേറെ ആഞ്ഞടിച്ചു, കാലുകൾ പടകിൽ നിന്നിളകി. ലോകമാം കടലിൽ വീണിടുമോ, ഭയത്തോടെ ഞാൻ നോക്കി നിന്നിടുമ്പോ. കടലിന്മേ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും ശാന്തത നൽകിടും. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. ശൂന്യത മാത്രമോ നിന്റെ സമ്പാദ്യം, ജീവിതം വ്യർത്ഥമെന്നു തോന്നിടുന്നോ. പടകൽപ്പം നീക്കുവാൻ മനസ്സാകുമോ, ആഴത്തിൽ വീശുവാൻ ഒരുക്കിയിടുമോ. കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നുവോ അവിടെ മാനിക്കുവാൻ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാനാരുമില്ലേ. 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 യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാൻ ആരുമില്ലേ. യേശുവാരിലും വലിയവൻ അവനൊപ്പം പറയാൻ ആരുമില്ലേ. എടുത്തുകരം ഹൃദയത്തോട് ചേർത്ത് വലത്
രണ്ടുപേരെ ബന്ധപ്പിടിച്ചുകൊണ്ട് യേശു ആരിലും വലിയവൻ അവനൊപ്പം പറയാൻ ആരുമില്ല. എല്ലാവരും ചെന്ന് പാടാം. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ അവനൊപ്പം പറയാൻ ആരുമില്ലേ. സ്വരമെടുത്ത് പാടാം. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ അവനൊപ്പം പറയാൻ ആരുമില്ലേ. ഒരിക്കൽ കൂടി പാടാം. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ അവനൊപ്പം